ഹലോ ഗൈസ്, ഇന്ന് ഓണമൊക്കെ ആയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള തന്നെ നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ കാലത്ത് നേരത്തെ വന്നു. അപ്പോൾ 7 മണിക്കാണ് ഈ ചെക്ക് പോസ്റ്റ് കടത്തി വിടുള്ളൂ കേട്ടോ. അപ്പോൾ 7 മണിക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി ഡാമാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ് കാണാനായിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഡാം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് കഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഇതേ കുറേ പന്നിക്കൂട്ടങ്ങൾ കണ്ടു. കുറേ കൊച്ചു കുട്ടികളും വരെ ഉണ്ട് കേട്ടോ ആ പന്നിക്കൂട്ടത്തിൽ കാണാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇവർക്ക് നമ്മളായിട്ട് പേടിയൊന്നുമില്ല കേട്ടോ. അധികം പേടിയൊന്നും ഇല്ലാത്തൊരു പന്നികളാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അങ്ങനെ അത് കണ്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞങ്ങളിത് കണ്ടത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ബാഹുബലിയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല സൈസുള്ള ഒരു കാട്ടുപോത്ത്, ശരിക്കും ജിമ്മിനൊക്കെ പോണ പോലത്തെ പോത്ത്, നല്ല സൈസാണ്. അതിൻ്റെ മസിൽസൊക്കെ കണ്ടില്ലേ നിങ്ങൾ? നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാട്ടുപോത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഓറഞ്ച് ഫാമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓറഞ്ചുകൾ ഇങ്ങനെ പഴുത്തത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ കണ്ടില്ലേ? ഇപ്പോൾ ഒരുപാട് ഓറഞ്ചുകൾ ഇങ്ങനെ, ശരിക്കും ഇത് സീസൺ അല്ല എന്നാണ് അവർ പറഞ്ഞത്. സീസണിലാണെങ്കിൽ ഇതിനേക്കാളും ഓറഞ്ചുകൾ ഉണ്ടാവും. ഇത് കാണുന്നത് ഫുൾ ഓറഞ്ച് ഫാമാട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓറഞ്ച് ഫാമിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഓഫ് റോഡൊക്കെ ഉണ്ടെന്നുള്ളത്. അതായത് നെല്ലിയാമ്പതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫ് റോഡും കൂടിയും കാണണം. അപ്പോഴാണ് നമുക്ക് അതിലൊരു നെല്ലിയാമ്പതിക്ക് പോയതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. അതായത് 1600 രൂപയാണ് കേട്ടോ ഈ ഇതിൻ്റെ വരുന്നത്. പിന്നെ ഒരു പാസ് ഉണ്ട്, ഒരു എൻട്രി പാസ് ഉണ്ട്, അതിനൊരു 300 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 2000 നിന്ന് ഒരു 100 രൂപ കുറവ്. അങ്ങനെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു അത്. അങ്ങനെ അതെല്ലാം കണ്ട് അങ്ങനെ പോണ സമയത്ത് നല്ല പല ഒരുപാട് വണ്ടികളുണ്ട്, 10-70 വണ്ടികളുണ്ട് ഇവർക്ക് തന്നെ. അപ്പോൾ അങ്ങനെ അതെല്ലാം കയറി ഒരു 3 വ്യൂ പോയിൻറ്റുകൾ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതെല്ലാം കാണണം, അതാണ് ബെസ്റ്റ്. അതായത് നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഓഫ് റോഡാണ്. അതായത് കുലുങ്ങി നമ്മുടെ ഊപ്പാടിളകാന്ന് പറയില്ലേ, അതേപോലത്തെ ഓഫ് റോഡ് തന്നെയാണ് ഇവരുടെ. അപ്പോൾ നല്ല അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചു തരും. അതേപോലെ അതേ കണ്ടില്ലേ, വീലൊക്കെ ഇങ്ങനെ തെന്നിപ്പോവായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലേക്ക് ഒരു വ്യൂ പോയിൻറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ കോടയും നല്ല തണുപ്പും വൈബായിരുന്നു ആ ഒരു ഏരിയ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ഇഷ്ടംപോലെ ജീപ്പാണ്, ഫുൾ ഓഫ് റോഡിൻ്റെ വണ്ടികളാണ്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നെല്ലിയാമ്പതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട്, അതായത് ഈ ഓഫ് റോഡ് ജീപ്പ് പിടിക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, കോടയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കോടയാണ്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു കാട്ടുപോത്തിനെ വഴിയിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അത് പുല്ല് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തേ കണ്ടില്ലേ, സിംഹവാലക്കുരങ്ങന്മാർ, ഒരുപാട് സിംഹവാലക്കുരങ്ങന്മാർ നമ്മുടെ ഈ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ സിംഹവാലക്കുരങ്ങന്മാരുടെ. അങ്ങനെ അത് കണ്ടില്ലേ, കുറേ എണ്ണം വഴിയിലൊക്കെ ചില തിന്നാനൊക്കെ ഇട്ടൊന്നിച്ചിട്ടൊക്കെ ഉണ്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നെ വീണ്ടും നമ്മുടെ സാധാ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പഴം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ എറിഞ്ഞ് കൊടുത്തു. അപ്പോൾ ഒരുപാട് മറ്റേ സാധാ കുരങ്ങന്മാർ വന്നു. അപ്പോൾ അത് കണ്ടില്ലേ, പഴമൊക്കെ തിന്നണം കണ്ടില്ലേ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവർക്ക് ഇങ്ങനെ ഈ പഴം ചിലതൊക്കെ ക്യാച്ചൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവറ്റേനൊക്കെ കൊണ്ട് ഇങ്ങനെ പഴമൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇത് കണ്ടില്ലേ, ഓരോന്നൊക്കെ ഇങ്ങനെ എത്തി നിൽക്കണം, നമ്മുടെ കയ്യിലേക്ക് വല്ലതും കിട്ടും വെച്ചിട്ട് ക്യാച്ച് പിടിക്കണ്ട. അങ്ങനത്തെ ഒരുപാടെണ്ണം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവരൊക്കെ കാണാനായിട്ട്. പിന്നെ എത്തി നോക്കണണ്ട ഒരു ഐറ്റം കുറേ ഉണ്ട്, കുട്ടികളും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയിലത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.